വിമാനത്തിൽ വിള്ളൽ സംഭവിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൊച്ചിയിൽ വിമാനത്താവളത്തിൽ നിന്ന് വന്നിരുന്നു. ആ വാർത്ത ഇങ്ങനെയാണ്: കൊച്ചിയിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന ഗാറ്റ്വിക് വിമാനം റദ്ദാക്കി. ടേക്ക് ഓഫിനായുള്ള ശ്രമത്തിനിടെ വിമാനത്തിലെ ചിറകിൽ വിള്ളൽ കാണപ്പെട്ടതിനെ തുടർന്നാണ് വിമാനം ക്യാൻസൽ ചെയ്തത്. എഞ്ചിനീയർമാർ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കൂടുതൽ സമയമെടുക്കുമെന്ന് അറിയിച്ചതോടെ വിമാനം റദ്ദു ചെയ്യുകയായിരുന്നു. ഇതിന് സാങ്കേതിക പ്രശ്നം പരിഹരിച്ച ശേഷം മാത്രമേ വിമാനം പുറപ്പെടുകയുമുള്ളൂ. വിമാനത്തിലെ യാത്രക്കാരെ ഇപ്പോൾ വിമാനത്തിൽ നിന്നും പുറത്തിറക്കിയിട്ടുമുണ്ട്. ഇവരെ അടുത്തുള്ള ഹോട്ടലുകളിലേക്ക് മാറ്റിയേക്കും. സാങ്കേതിക തകരാർ പരിഹരിച്ച ശേഷം മാത്രമേ വിമാനം പുറപ്പെടുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം കൃത്യസമയത്തിന് തന്നെ ടേക്ക് ഓഫിനായി റൺവേയിലേക്ക് നീങ്ങിയ വിമാനമാണ് ചിറകിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് പാർക്കിംഗ് ബേയിലേക്ക് മടങ്ങിയെത്തിയത്. വിമാനത്തിന്റെ തകരാർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൈലറ്റ് തന്നെയാണ് കണ്ടെത്തിയിട്ടുമുള്ളത്. ഇതോടെ വിമാനത്തിന്റെ സ്പീഡ് നിയന്ത്രിക്കുന്നതിന് മുഖ്യ പങ്കുവഹിക്കുന്ന സംവിധാനം സുരക്ഷിതമല്ലാതെ പറക്കാനാകില്ല എന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തെ അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് വിമാനം മടക്കി പാർക്കിംഗ് ബേയിലേക്ക് എത്തിച്ചത്. വിവരങ്ങൾ അപ്പോൾ യാത്രക്കാരുമായി വിമാന ജീവനക്കാർ പങ്കുവച്ചിരുന്നു. എന്നാൽ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നത് മണിക്കൂറുകളോളം നീളുകയായിരുന്നു. എന്നാൽ ഒരു ഘട്ടം തകരാറ് പരിഹരിച്ച ശേഷവും ചിറകിലെ ഫ്ലാപ്പ് സംവിധാനം ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് പൈലറ്റ് അറിയിച്ചത്. ടേക്ക് ഓഫിലും ലാൻഡിംഗിലും വളരെ നിർണായകമാണ് ഈ സംവിധാനം. ലാൻഡിംഗിൽ വിമാനത്തിന്റെ വേഗത റൺവേയിൽ നിയന്ത്രിക്കുന്നതിൽ ഫ്ലാപ്പ് കൃത്യമായി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ തകരാറ് പരിഹരിക്കാതെ റിസ്ക് എടുത്ത് യാത്ര പുറപ്പെടാൻ പൈലറ്റുമാർ തയ്യാറായില്ല. വിമാനം പുറപ്പെടാൻ വൈകിയതോടെ ബിസിനസ് ക്ലാസ് യാത്രക്കാർക്ക് ഭക്ഷണം ഉൾപ്പെടെ നൽകുകയാണ്. എന്നാൽ എക്കണോമിക് ക്ലാസ്സിൽ വെള്ളം നൽകി യാത്രക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്നാണ് പലരും പറയുന്നത്. അസ്വസ്ഥരായ കുട്ടികൾ ബഹളമുണ്ടാക്കി തുടങ്ങിയത് യാത്രക്കാരെയും ആശങ്കയിലാക്കി. പൈലറ്റ് എയർ ഇന്ത്യ അധികൃതരുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് വിമാനം റദ്ദാക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഫ്ലൈറ്റിൽ ഒരു സീറ്റ് പോലും ഒഴിവില്ലാത്ത വിധം നിറയെ UK മലയാളികൾ തിങ്ങി നിറഞ്ഞ വിമാനമാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗാഡ്ഗോയിൽ നിന്ന് എയർ ഇന്ത്യയുടെ അഹമ്മദാബാദ് വിമാനം റദ്ദാക്കപ്പെട്ടതും അസ്വസ്ഥകരമായ സാഹചര്യം സൃഷ്ടിച്ചിരുന്നു. മാസങ്ങൾക്കിടയിൽ കൊച്ചി ഗാഡ്വിക് റൂട്ടിൽ തടസ്സം നേരിടുന്നത് അപൂർവമല്ലാത്ത അനുഭവമായി മാറുകയാണ്. എന്നാൽ പുതിയ ഫ്ലൈറ്റുകൾ വന്നു തുടങ്ങുന്നതോടെ ഈ പ്രയാസമൊക്കെ മാറുമെന്ന പതിവ് ന്യായം തന്നെയാണ് എയർ ഇന്ത്യ നൽകുന്നത്. കൊച്ചിയിലേക്ക് ഏറ്റവും ഉയർന്ന നിരക്കിൽ ഈടാക്കുകയാണ് എയർ ഇന്ത്യ സർവീസ് നടത്തുകയും ചെയ്യുന്നത്. അതിനാൽ പഴഞ്ചൻ വിമാനങ്ങൾ ഒഴിവാക്കി ഈ റൂട്ടിൽ സർവീസ് നടത്താൻ എയർ ഇന്ത്യ തയ്യാറാകണമെന്നാണ് യാത്രക്കാരുടെയും ആവശ്യം.